ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പച്ചമുളക് നടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇത് മുളപ്പിച്ചിട്ടുണ്ട്. റബ്ബർ ഉറയൊഴിക്കുന്ന ഡിഷിലാണ് നമ്മൾ ഇത് മുളപ്പിച്ചെടുത്തിട്ടുള്ളത്, തണലത്ത് വെച്ചിട്ട്. ഇത് ഏകദേശം ഒരു 2 മാസത്തോളമായി മുളപ്പിച്ചിട്ട്. അപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ട ഒരു ഉള്ളി നട്ടിട്ടുണ്ട്. ഉള്ളി വെറുതെ നട്ടു നോക്കിയാണ്. അതിനകത്തൊരു തവളക്കുട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കുറേ ദിവസമായി ഇങ്ങനെ നട്ടിട്ട് എന്നിട്ട് പൊരിച്ച് നട്ടിട്ടേ ഇല്ല. കുറേ നാളായി, ഒരു 2 മാസത്തിൻ്റെ അടുത്തായി. ഇത് നമ്മൾ പൊരിച്ച് നടണം. അതിന് ആദ്യം നമ്മൾ തവളക്കുട്ടനെ ഒന്ന് ഓടിച്ചു വിടണം. അപ്പം തവളക്കുട്ടനെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ട് പോയിട്ട് നടാം. അങ്ങനെ നമ്മൾ ഇത് മുളപ്പിച്ച സാധനമെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ എന്തോ ഒരു വെടിപ്പാറ്റ വരുന്നുണ്ടോ ഡൗട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെന്താക്കുന്നത്, ഈ കോഴി വളമില്ലേ, കോഴിവളമോ ചാണകമോ, കോഴിവളം എന്ന് പറഞ്ഞാൽ കോഴി കഷ്ടം. അപ്പം ഈ ചാണകമോ അങ്ങനെ എന്തെങ്കിലും ആട്ടുംകാട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു ചെറിയ അടിവളം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ലാ കൃഷിക്കും നല്ലതാണ്. എന്താ പറഞ്ഞാൽ നമ്മളെ മണ്ണിൽ എത്ര വളങ്ങളുണ്ടാവില്ല. അപ്പം നമ്മൾ എന്തായിട്ട് അടിവളമായിട്ട് എന്തെങ്കിലും ഒരു അടിവളം ചേർത്ത് കൊടുക്കുക. കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടില്ല. അപ്പം നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറങ്കിക്ക് അധികം വേണ്ടുന്നത് ചാരമാണ്. നമ്മളിങ്ങോട്ട് വെണ്ണീർ എന്നാണ് ഇതിനെ പറയൽ. ചില സ്ഥലത്ത് ചാരം, ചില സ്ഥലത്ത് വെണ്ണീർ. നമ്മൾ ഇങ്ങോട്ട് വെണ്ണീർ പറയും, അതിൽ ചാരം എന്നാണ് ഒരുപാട് അറിയപ്പെടുന്നത്. അപ്പം ഇത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാരം പറങ്കി നടുമ്പോൾ എന്തായിട്ടും വേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് നല്ല നല്ല തൈകൾ പറിച്ചെടുക്കുക. അതിനാണെങ്കിൽ നമുക്ക് നല്ല കരുത്തുറ്റ തൈകൾ പറിച്ചെടുക്കാവുന്നതാണ്. അപ്പം അമ്മയാണ് എൻ്റെ ഒന്ന് ചെല്ലാം പറിച്ചെടുക്കാൻ ഇതിനെല്ലാം കൂടുന്നത്. അപ്പം നമ്മൾ പറിച്ചെടുക്കൽ പറഞ്ഞാൽ ഇതിനകത്ത് പൊരിച്ചെടുക്കുക, അതായത് ഇത് വേരോടെ പൊരിച്ചെടുക്കുക എന്ന് ആണ്. നമ്മൾ ഇങ്ങോട്ട് പറിച്ചെടുക്കുക എന്ന് പറയും. അപ്പം ഇതിനകത്തുനിന്ന് ഇത് മുഴുവനായിട്ട് നമ്മളിത് പറിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇത് എത്രപ്പോലെ നടണം എന്നല്ല നമുക്കൊരു കണക്ക് കിട്ടും. ഇത് കുറയണമില്ലേ, അപ്പം ഇതിനകത്ത് മൊത്തം പിടിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മളിത് മുഴുവനായിട്ട് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അപ്പുറത്ത് കുറച്ചുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ പൊരിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ഒരു മൂന്നെണ്ണം ആയിട്ടാണ് നടുന്നത്. ഇങ്ങനെ ഒരുപാട് അകലത്തിലൊന്നല്ല, എന്നാലും ഒരു നിശ്ചിത അകലത്തിൽ മൂന്നെണ്ണം ആയിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നടാൻ പോകുന്നതാണ്. അമ്മയാണ് നടുന്നത്, ഇത് ഞാനും കൂടും. അപ്പം ഇതിൻ്റെ തലയില്ലേ, ഇതിൻ്റെ തലയൊന്ന് നുള്ളി കൊടുത്തിട്ടാണ് നടുന്നത്. കാരണം ഇത് ഒരുപാട് നാളിങ്ങനെ വെച്ചതല്ലേ. അപ്പം തല നുള്ളി നട്ടാൽ പെട്ടെന്ന് ശക്തമായിട്ട് വരും. അതുകൊണ്ട് ഇതിൻ്റെ തല പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ നുള്ളിയിട്ട് മാറ്റിയിട്ടാണ് നടുന്നത്. അങ്ങനെ നട്ടാൽ മാത്രമേ നമുക്ക് കുറേ ശാഖകളായിട്ടെല്ലാം വരുള്ളൂ. എന്നാലും നമുക്ക് ഒരുപാട് പച്ചമുളക് കിട്ടും. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് ഇത്തപ്പോലെ നട്ടിട്ടുണ്ട്, കണ്ടേ. അപ്പം ബാക്കിയും കൂടെ കുറച്ചെണ്ണം കൂടി ഉണ്ട് നടാൻ. അപ്പം ഇതെല്ലാം നട്ടിട്ട് ഇനി നമ്മളിപ്പം ഭയങ്കര ചൂട് ഇപ്പം വരുന്നുണ്ട്, മഴ മാത്രമല്ല. അപ്പോൾ ഇത് ചൂടത്ത് വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ചെറിയൊരു പൊത കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ശീമക്കൊന്നേരെ കൊമ്പാന്ന് കൊടുക്കുന്നത്. എന്താ പറഞ്ഞാൽ ഇതൊരു നല്ലൊരു വളവും കൂടിയാണ്. അപ്പം നമ്മൾ ഈ ശീമക്കൊന്നേരെ കൊമ്പ് കൊടുത്തിട്ട് ഇതിന് പൊതയിടുന്നുമുണ്ട്. ഇത് നല്ല വളമായിട്ട് വരും. അപ്പം ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ഇതിന് ഒന്നും കൂടെ വളമിട്ട് കൊടുക്കേണ്ട ആയിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് മണ്ണും കൂടി കൂട്ടി കൊടുത്താൽ സംഭവം ഓക്കെ ആയി. പിന്നെ നല്ല പറങ്കി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.